ഹായ് എവരിവൺ. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ബോളം ബോളം എന്ന് പറയുന്ന സിനിമയിലെ നായികയായിട്ട് എത്തുന്ന ആലിയാണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു. പുതിയ വിശേഷം, സിനിമ ഇറങ്ങുകയാണ്. ജൂലൈ 3 തിയേറ്ററിലേക്ക് എത്തുകയാണ് ബോളാഗോളം. അത് തന്നെയാണ് പുതിയ വിശേഷം. ഓക്കെ, അപ്പം ഈ ബോളാഗോളത്തിൽ നായികയായിട്ട് നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത്, അതിലേക്ക് എങ്ങനെ വരുന്നത്? ബോളാഗോളം എന്ന് പറയുന്ന മൂവിയിലേക്ക് ഇതിന്റെ ക്യാമറാമാൻ ഷമീർ ജിബ്രാനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്, കാസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, ഇതാണ് ക്യാരക്ടർ. ഒരു 15 ഡേയ്സ് ഷൂട്ട് വരും. പെരിന്തൽമണ്ണ മലപ്പുറം ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ക്യാരക്ടർ മാറുന്ന മലബാറിലെ പെണ്ണുങ്ങളുടെ ഒരു പ്രതീകമാണ് ഹസി. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഹസി എന്നാണ്. എന്താ പറയാ, ഈ ഇന്നത്തെ ഈ മലബാറിൽ അറിയാലോ, നമുക്ക് ജോലി അതുപോലെ വിദ്യാഭ്യാസം ഇതിന് പ്രാധാന്യം ഉണ്ട്, ഇന്ന് ഉണ്ട്. പക്ഷെ കുറച്ച് പിന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് അവരങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഫാമിലി ലൈഫ് മാത്രമാണ്. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഫാമിലി ലൈഫും വേണം, ജോലിയും വേണം, വിദ്യാഭ്യാസവും നേടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്. കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഹസി. ലൈക്ക് പൊതുവേ ഇപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ക്യാരക്ടർ വരുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മനോഭാവം വരുമ്പോ ഫെമിനിസം ആണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മള് ഫെമിനിസത്തിന്റെ പേരിൽ അഹങ്കാരം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ലൈക്ക് ഫാമിലി ലൈഫും കരിയറും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ എന്ത് തോന്നി? ക്യാരക്ടർ വന്നപ്പോൾ സന്തോഷം തോന്നി. ആസ് ആൻ ആക്ട്രസ് അതൊരു എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഇന്നലെ മൂവി കണ്ടതിന് ശേഷം കണ്ട ആളുകളൊക്കെ പറഞ്ഞു ക്യാരക്ടറിനോട് ദേഷ്യം തോന്നി എന്ന് പറഞ്ഞു. ദേഷ്യം തോന്നി എന്ന് കേൾക്കുമ്പോൾ അത് വർക്കായി എന്നുള്ളതാണല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം അതിലൊത്തിരി സന്തോഷം അത് വർക്കായതിൽ. പിന്നെ ക്യാരക്ടർ വൈസ് പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി. ലൈക്ക് ഈ പറഞ്ഞ ഫെമിനിസം എന്ന് പറയുന്നത് ഓക്കെ പറയാം. അതായത് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകളുടെ ഒരു ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധിയാണ് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു മീനിങ്ങേ അതിനില്ല. നമുക്കൊരു ജോലി വേണം, നമുക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റണം, നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റണം, ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങാൻ പറ്റണം, ഇഷ്ടമുള്ളടത്ത് പോകാൻ പറ്റണം. ഇത് ചെയ്യുന്നതാണ് ആക്ച്വലി നമ്മൾ ഈക്വൽ റൈറ്റ്സ് ആണ്. പുരുഷന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റണം എന്നുള്ള റൈറ്റ്സ് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഫെമിനിസം ഒരിക്കലും ഒരു ആണിന് മുകളിലോ അല്ലെങ്കിൽ ആണിന് താഴെയോ അല്ലെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല ശരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ മൂവി കണ്ടു, പ്രിവ്യൂ ഷോ കണ്ടപ്പോ ചിലർക്കെങ്കിലും ദേഷ്യം തോന്നി എന്നുള്ളത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ മൂവി കണ്ടു, പ്രിവ്യൂ ഷോ കണ്ടു. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, ലൈക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞു മാറുന്ന ആ ഒരു കാലഘട്ടം കാണിക്കാൻ മലബാറത്തെ അവസ്ഥ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതില് കുറച്ചുകൂടെ ഫീൽ വരുന്നത് നമുക്ക് നായകനെ കുറച്ച് ഒരു എംപത്തി തോന്നണം. നായിക കുറച്ച് വില്ലൻ, ആ ഒരു ലൈക്ക് മനസ്സിലാക്കുന്നില്ല, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, നായകനോടൊരു സിമ്പത്തി, ആ ഒരു സംഭവം നമുക്ക് വരുന്നല്ലോ. അപ്പൊ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് അവിടെ മനസ്സിലാക്കും, അല്ലെങ്കിൽ അവിടെ തോന്നും, ഓഡിയൻസിന് കണ്ട മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ടോ? ഓഡിയൻസിന് ഇതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതായത് ജോലി വേണം, ഇത് വേണം എന്നുള്ള അതല്ലേ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. മീൻസ് ഇപ്പോ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഇവിടെ ഹസി പറയുന്നത് കളിക്കണം, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഗൾഫിലെ ജോലി മതിയാക്കി കുട്ടികളോടൊപ്പം കൂടുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനോട് ആ ക്യാരക്ടറിന് എതിർപ്പായിരുന്നു. കാരണം പക്ഷെ അതിന്റെ ഇന്റൻഷൻ ഹസി മനസ്സിലാക്കുന്നില്ല. ആ ടൈപ്പ് സ്ത്രീകളും ഉണ്ട്. അങ്ങനെ ഒരു ഇന്റൻഷൻ സ്വന്തം, അതായത് സ്വാർത്ഥതയല്ലേ, കുട്ടിയെ നോക്കണം, വീട് നോക്കണം, എന്റെ കാര്യം മാത്രം നോക്കണം എന്ന് പറയുമ്പോൾ അതൊരു സ്വാർത്ഥതയാണ്. അറ്റ് ദ സെയിം ടൈം അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ അത് ബാലൻസ്ഡ് ആണ്. അപ്പൊ ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി നെഗറ്റീവും പറയാൻ പറ്റില്ല, എന്നോ പോസിറ്റീവും പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഫൈനലി അത് മനസ്സിലാവുന്നുണ്ട് എന്തായിരുന്നു ഇന്റൻഷൻ എന്നുള്ളത്. അപ്പൊ അഖിലാണല്ലോ നായകനായിട്ട് വരുന്നത്, പേരായിട്ട് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആളുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ്? ഫിലിം കണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഫിലിമിൽ എന്തായിരുന്നു അതേ ക്യാരക്ടർ തന്നെയാണ് അഖില് എനിക്കും ആ സെറ്റിൽ തോന്നിയത്. അങ്ങനെ ഓവറായിട്ട് ആരോടും അങ്ങനെ സംസാരിക്കില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, സംസാരിക്കും. വളരെ സൈലന്റ് ആണ്, വളരെ മിതമായിട്ടാണ് സംസാരിക്കുന്നത്. ക്യാരക്ടറിൽ എങ്ങനെയായിരുന്നു ആ ഒരു സൈലൻസി അഖിലിന്റെ പേഴ്സണൽ ക്യാരക്ടറിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ മൂവിയിലോട്ട് വരുമ്പോ അതിന്റെ സ്റ്റോറി ലൈൻ വരുന്നത് ഡ്രഗ്സും പിന്നെ ഫുട്ബോളിന് ലൈക്ക് സ്പോർട്സിന് ഇമ്പോർട്ടൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ യങ് ജനറേഷനിൽ ഭാഗവത്തിൽ പെടുന്ന ഒരാളായും കൊണ്ട് എന്ത് തോന്നുന്നു മൂവിയുടെ ഒരു സ്റ്റോറി ലൈനെ പറ്റിയിട്ട്? അത് ലഹരിക്കെതിരായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മുടെ മൂവിയിലുണ്ട്.
പക്ഷെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ലഹരിക്കെതിരാണ്, ഈ ഒരു മെസ്സേജ് മീൻസ് ലഹരിക്കെതിരായിട്ടുള്ള ഒരു മെസ്സേജ് എന്നുള്ളതല്ല മൂവി തരുന്നത്. അതിലുപരി മാനുഷിക മൂല്യങ്ങളും നന്മയും സ്നേഹമായിട്ടുള്ള ഒരു ഒത്തുചേരലും ഇത് തന്നെയാണ് ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാകണം, അല്ലെങ്കിൽ നമുക്ക് വ്യക്തിബന്ധങ്ങളാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഓരോ ഫാമിലിയിലും ഉണ്ടാവുമ്പോഴാണ്, ഇപ്പം വേറൊരു കുടുംബത്തൊരു ഇഷ്യൂ നടക്കുമ്പോൾ നമ്മൾ അത് വാർത്തയായിട്ട് മാത്രമായിരിക്കാം കേൾക്കുന്നത്. ഇപ്പം ഒരാൾ നമ്മുടെ വീട്ടിൽ മദ്യപിച്ചിട്ട് സ്ഥിരം ഇപ്പൊ ഒരു ദിവസം ഒരു തമാശ തോന്നുമായിരിക്കാം, ഒരു ദിവസത്തേക്കല്ലേ എന്നുള്ളത്. അത് സ്ഥിരമാകുമ്പോഴാണല്ലോ നമുക്കത് ഓക്കെ നമ്മുടെ വീട്ടിൽ ഒരാളും അതിന് അഡിക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവുമ്പോഴാണ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫ്രം അവർ ഫാമിലി അത് തുടച്ചു മാറ്റേണ്ട ഒരു കാര്യമാണ്. എന്നാലേ നമുക്ക് സൊസൈറ്റിയിലേക്കും പിന്നെ എല്ലാത്തിലേക്കും അത് എത്തിക്കാനും പറ്റുള്ളൂ. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സ്നേഹവും ആകണം. അതിൽ അഡിക്റ്റ് ആയിട്ട് ഒരാളെ മാറ്റാൻ പറ്റുവാണെങ്കിൽ മറ്റൊന്നിനും അതിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് പേഴ്സണൽ ഉള്ളൊരു. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എത്രത്തോളം ഡിഫറെന്റ് ആണ് ഇതിൽ ഹസി എന്ന് പറയുന്ന ക്യാരക്ടർ? ഇതില് മുന്നേ ഉള്ള കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ഒരുപാട് അങ്ങനെ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ തമ്പാശി എന്ന് പറയുന്നൊരു മൂവി ചെയ്തായിരുന്നു. അതില് ഫീമെയിൽ ലീഡാണ്. അതിന് ഡൽഹി ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയ ഒരു മൂവിയാണ്. അപ്പൊ അതില് ശിവാനി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ റോളും അമ്പലവും അങ്ങനെ ആ ഒരു ഏരിയ, ഒരു ദേവിയാകുന്ന ആ ഒരു ഏരിയ അങ്ങനെയായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. മലപ്പുറമാണ്, ഒരു താത്തക്കുട്ടിയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് ഇല്ല, നമുക്ക് കണ്ടതല്ലേ, ഒരുപാട് ഡയലോഗ്സുകളോ കാര്യങ്ങളോ ഒന്നിലും ഇല്ല. ഒരു നോട്ടത്തിൽ പോലും നമ്മുടെ എതിർപ്പ് ഷോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് വളരെ സൈലന്റ് ആയിട്ട് പറയാനുള്ള കാര്യം കൺവേ ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റി. ഈ മലപ്പുറത്ത് ഇപ്പൊ ഓരോ സ്ഥലത്തിനും ഓരോരോ കൾച്ചർ ഉണ്ട്. മലപ്പുറത്തെ കൾച്ചറും കുറച്ച് ഡിഫറെന്റ് ആണല്ലോ, അവരുടെ സ്ലാങ്സും അവരുടെ കൾച്ചർ. അപ്പൊ അതെങ്ങനെ ഓക്കെ ഒന്ന് സെറ്റ് ആയത്? അതായത് ഇപ്പൊ ഷൂട്ട് കാണാൻ പോകുമ്പോ തന്നെ നമുക്ക് ആ മാറ്റം അറിയാം. കാരണം ഒരുപാട് ആളുകൾ കാണും, എല്ലാ ദിവസവും സെറ്റ് നിറയെ. അതായത് ഞങ്ങളുടെ യൂണിറ്റുള്ള മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും. എല്ലായിടത്തും ആളുകൾ സിനിമ കാണാൻ വരും, മീൻസ് സോറി ഷൂട്ട് കാണാൻ വരും. അപ്പോ അതൊരു രസമാണ്, എല്ലാരും ഇങ്ങനെ വരുന്ന ഒരു രസമാണ്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തരും. പിന്നെ എല്ലാരും തലേ തട്ടൊക്കെ ഇട്ട് ആ ഒരു അവിടുത്തെ ഡ്രസ്സസ് ഇതൊക്കെ നമുക്ക് അറിയാലോ. അതിലിപ്പോ എല്ലാരും ഒരുമിച്ച് കാണുന്നത് വളരെ സന്തോഷം. ലാംഗ്വേജും ഈ പറഞ്ഞ പോലെ കുറച്ച് പിക്കപ്പ് ചെയ്തെടുക്കാൻ പാടാം. കാരണം ഞാൻ കൊല്ലമാണ്, ഒത്തിരി വ്യത്യാസമുണ്ട്, ചിലത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഡയലോഗ്സ് എനിക്ക് വളരെ കുറച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വളരെ സൈലന്റ് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് ഡയലോഗ്സ് കുറവായിരുന്നു. ഞാൻ നല്ല ഡബ് ചെയ്തത്. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഓക്കെ, അപ്പൊ ഇനി ലൈക്ക് ഈ ഒരു മൂവി കഴിഞ്ഞ ഇനി വേറെ ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഇപ്പം ZTV ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. ഫിലിം ഒന്നും കൺഫേം ആയിട്ടില്ല. ഫിലിം വരുന്നുണ്ട്, പക്ഷെ ഒന്നും ഫൈനൽ ആയിട്ടില്ല. TV സീരീസ് കുക്കുവിന് വേണ്ടിയിട്ടൊരു 3 എണ്ണം കഴിഞ്ഞു. ഒരു തമിഴും 2 മലയാളം മൈക്രോ ഡ്രാമാസ് ചെയ്തായിരുന്നു. ഇപ്പൊ ZTVക്ക് വേണ്ടി ദുർഗ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ലീഡാണ് അതില്. ഓക്കെ, അപ്പൊ ഈ ഇപ്പത്തെ ഒരു ട്രെൻഡാണ് ഈ മൈക്രോ ഡ്രാമാസ് എന്നുള്ളത്. ലൈക്ക് നമുക്ക് വലിച്ചു നിട്ടില്ലെന്ന് നമുക്ക് ആ ഒരു സീരീസിന്റെ ഒരു ഫീലും കിട്ടും. സോ അതില് എത്രത്തോളം ഡിഫറൻസ് ആയിട്ട് തോന്നി? ഇപ്പൊ സീരിയലും അഭിനയിച്ചിട്ടുണ്ട്, അല്ലാതെ എന്ത് ഡിഫറൻസ് തോന്നി? അത് വേർട്ടിക്കൽ ആണല്ലോ ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മള് നേരത്തെ ഇപ്പൊ ഒരു ഫിലിം ആണെങ്കിൽ പോലും 1.25-2 മണിക്കൂർ കൊണ്ട് ആണല്ലോ നമ്മളത് ഇഷ്ടപ്പെടുന്നതും കൺവേ ചെയ്യപ്പെടുന്നതും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 എപ്പിസോഡ്, 1 മിനിറ്റിന്റെ ഒരു 6 എപ്പിസോഡിൽ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ഏരിയ ആണ് ഈ പറയുന്ന സീരീസ് എന്നുള്ളത്. ഇപ്പൊ പൊതുവെ പറയാറുണ്ട്, ലൈക്ക് ഇപ്പൊ 3 അഭിനയിച്ച ഒരാളെ, ലൈക്ക് ഫിലിം ചെയ്തു, സീരിയൽ ചെയ്തു, ഇപ്പൊ മൈക്രോ ഡ്രാമാസും ചെയ്തു. അപ്പൊ പറയാറുണ്ട് ഈ സീരീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നവർക്ക് മൂവിയിലധികം അവസരങ്ങൾ കിട്ടാണ്ട് പോകുന്നു, ലൈക്ക് ഈ ആക്ടിങ്ങിന്റെ ഒരു ഡിഫറൻസ് കാരണം കൊണ്ട്. അപ്പൊ ആലിയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഇല്ല, എന്നെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ ഫിലിം ചലഞ്ചിങ് ആണ് കുറച്ച്. ഒരു ഫിലിം സക്സസ് ആയി അടുത്തൊരു മൂവി കിട്ടാൻ നമുക്കൊരു നല്ല ഗ്യാപ്പ് വരും. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അത്രയും ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നതല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ചിലപ്പോൾ ഫോട്ടോഷൂട്ട് ആയിരിക്കാം, ചിലപ്പോൾ സീരിയൽ എൻട്രി ആയിരിക്കാം, അത് ചെയ്തോണ്ടേ ഇരിക്കാം. നമുക്ക് വരാനുള്ള അവസരം ലൈവായിട്ട് നിൽക്കുക, പെർഫോം ചെയ്യുക, നമ്മളെ പോളിഷ് ചെയ്തെടുക്കുക. സോ ലീഡ് റോള് നല്ല ക്യാരക്ടർ ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതിപ്പം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ എന്നൊന്നും ഇല്ലാണ്ട് ചെയ്യണം. ദെൻ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ എപ്പോഴാണെങ്കിലും വരും. ഫിലിമിൽ ഇന്ന റോളിന് നമ്മളെ പറ്റുമെങ്കിൽ ഭാവിയിൽ നമുക്കത് തന്നെ വരും. അപ്പൊ അതിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് വരുന്നതെല്ലാം നല്ലത് സെലക്ട് ചെയ്ത് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ലൈക്ക് ഓരോരോ
ആക്ട്രസ് എന്ന നിലയിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഇന്ന ആളുടെ ഒപ്പം അഭിനയിക്കും, ഇന്ന ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടർ രാജുവേട്ടനാണ്, പൃഥ്വിരാജ്. അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷനിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആളുടെ മൂവീസിന് വെയിറ്റിംഗ് ആണ്. ആളുടെ മൂവീസിലേക്ക് ഒരു എൻട്രി ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ക്യാരക്ടർ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നാണ്. ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ വരണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ നമ്മുടെ മൂവി ജൂലൈ 3 റിലീസ് ആവുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന കുറേ ഘടകങ്ങൾ ഫിലിമിലുണ്ട്. ഹൃദയം നിറയ്ക്കുന്ന, മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയായിരിക്കും. മിസ് ചെയ്യരുത്, അത് മാത്രമേ പറയാൻ. അപ്പൊ എന്തായാലും തിയേറ്ററിൽ കണ്ട് എല്ലാവരും വിജയിപ്പിക്കട്ടെ. താങ്ക് യു സോ മച്ച്.